സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമസ്തുതേ. അവനൊരു ശുദ്ധ പാവമാ മോളെ. ഈ ലോകത്ത് അവന് സ്വന്തക്കാരായി വേറെ ആരുമില്ല. എന്ന് കരുതി അവൻ ദരിദ്രനൊന്നുമല്ല. അവൻ്റെ അമ്മ അവന് വേണ്ടി എല്ലാം സമ്പാദിച്ചു വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് അവൻ എപ്പോഴും പറയും, അവൻ്റെ അമ്മ ഒരുപാട് സ്നേഹം കൊടുത്തിട്ടാണ് പോയത്, അതവൻ എല്ലാവർക്കും വീതിച്ചു കൊടുക്കാൻ പോവാണെന്ന്. പക്ഷെ അവൻ എല്ലാവർക്കും സ്നേഹം കൊടുക്കുന്നുണ്ടെങ്കിലും അത് തിരിച്ചു കിട്ടുന്നത് അപൂർവ. അതോർത്തിട്ടാണ് ഇത്ര നാളും ഞാൻ ആകെ വിഷമിച്ചുകൊണ്ടിരുന്നത്. എന്നാലിപ്പോ കരുണാനിധിയായ ദേവിയാണ് എൻ്റെ മോളെ അവന് കൊണ്ട് കൊടുത്തത്. നിങ്ങൾക്ക് നല്ലതേ വരൂ. ദേവി എന്ത് പറഞ്ഞു? അജയ് ഉടനെ എങ്ങാനും വരുമെന്ന് പറഞ്ഞോ? ഒരാഴ്ചക്കുള്ളിൽ ചിലപ്പോ വരുമെന്ന് പറഞ്ഞായിരിക്കും. ആ ലെറ്റർ എഴുതിയ നീയല്ലേ? ദേവി രക്ഷിക്കണേ. ഞാൻ നിന്നോടാ ചോദിച്ചത്. ഈശ്വര ചതിച്ചോ? ഇനി എന്താ ഞാൻ പറയാ? അജയ് എഴുതിയാണെന്ന് എന്തിനാ പറഞ്ഞേ? എന്നെ സമാധാനിപ്പിക്കാനാ? എന്തിനാ ആര്യ നീ എന്നെ ഇത്രയും സ്നേഹിക്കുന്നത്? നിന്റെ സ്നേഹം എനിക്ക് ഫീൽ ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞോണ്ടിങ്ങനെ. ഇപ്പൊ ഓരോ നിമിഷവും നിന്റെ സ്നേഹം എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നു ആര്യ. ഇത്രയും സ്നേഹം എന്റെ മനസ്സിന് താങ്ങാൻ കഴിയുന്നേ ഇല്ല. തെറ്റ് മുഴുവൻ നിന്റേതാ. കുറച്ചുകൂടെ നേരത്തെ നിനക്കത് എന്നോട് പറയായിരുന്നു. ഞാൻ നിന്നെ മാത്രമേ സ്നേഹിക്കുമായിരുന്നുള്ളൂ. എനിക്ക് സ്നേഹം എന്താണെന്ന് അറിയില്ലായിരുന്നു. എല്ലാ പെൺകുട്ടികളും എൻ്റെ പിന്നാലെ വരാറായിരുന്നു പതിവ്. നിന്റെ മുമ്പിൽ തോൽക്കാതിരിക്കാനാണ് ഞാനിവളെ സ്നേഹിച്ചത്. എന്നാലിപ്പോൾ സ്നേഹം എന്താണെന്ന് ഞാൻ അറിയുന്നു. അതും നീ കാരണം. നീ ഞങ്ങൾക്ക് വേണ്ടി എത്രയോ കഷ്ടപ്പെട്ടു. അത് കണ്ടില്ലെന്നടിക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഡാഡിയോട് ഫൈറ്റ് ചെയ്ത് ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചത്. ക്ഷമിക്കണം മോളെ, നിങ്ങൾ ഒരുപാട് ഞാൻ കഷ്ടപ്പെടുത്തി. ഇവൻ എൻ്റെ പ്രാണനാ. ഇവൻ ചോദിച്ചതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവൻ എന്നോട് പറഞ്ഞത് ഗീതയുടെ കാര്യം കൊണ്ടല്ല ഡാഡി, ആ മാനസയെ കെട്ടാൻ എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടാണെന്നാണ്. ഗീതയെ തന്നെ വേണം, ഞാൻ അവളെ സ്നേഹിക്കുന്നു എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ക്ഷമിക്കും മോളെ. ആര്യ, നീ വലിയവനാടാ. നീ സ്നേഹിക്കുന്ന പെണ്ണിനെ അവൾ സ്നേഹിക്കുന്ന പുരുഷനു വേണ്ടി ഇത്രകാലവും സംരക്ഷിച്ച് ഒടുവിൽ അവനെ തന്നെ ഏൽപ്പിക്കുന്ന നീ തന്നെയാടാ വലിയവൻ. നീ തന്നെ വേണം ഈ വിവാഹം നടത്തിക്കൊടുക്കാനും. മോളെ, നമുക്ക് പോവാം. ഓ എന്റെ അമ്മോ, പ്രോബ്ലം സോൾവ്ഡ്. അങ്കിൾ താങ്ക്സ്. ഗീത, ഇപ്പൊ നീ ഹാപ്പി ആയല്ലോ? എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചല്ലോ? അജയ് അങ്കിൾ. ശരി. അയ്യോ, ഗീത പേടിച്ചെന്ന് തോന്നുന്നു.
അങ്ങോട്ട് ചെല്ലുന്നേ. ഹായ്. ഏയ് ശാന്തി, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? ഗീത അവിടെ റെഡിയാവുക, അങ്ങോട്ട് ചെല്ല്. കരയടാ, ഇനിയെങ്കിലും നിനക്കൊന്ന് കരഞ്ഞൂടെ? ഒരു തുള്ളി കണ്ണീരെങ്കിലും പുറത്തു വരട്ടെ. നീ ഉള്ളി പൊട്ടി കരയണം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിന്നോട് അവളെല്ലാം തുറന്നു പറഞ്ഞതല്ലേടാ. ഉള്ളി കരഞ്ഞോണ്ട് പുറത്തിങ്ങനെ ഹാപ്പി ആയിട്ട് എങ്ങനെ നടക്കുന്നു? ഛേ. ഗീത, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇനി ഒരു അല്പസമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയെങ്കിലും എന്നെ ഇഷ്ടമായിരുന്നു എന്ന് ഒരു തവണയെങ്കിലും നിനക്ക് പറഞ്ഞൂടെ? എന്നാലും ഞാൻ നിന്നെ ഇത്രയധികം സ്നേഹിച്ചിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഇനിയെങ്കിലും പറയൂ, നീ എന്നെ സ്നേഹിച്ചിരുന്നില്ലേ? എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞാൽ മതി എന്നെ സ്നേഹിച്ചിരുന്നു എന്ന്. നിനക്കെന്നോട് ഇത്രയും സ്നേഹം പോലും ഇല്ലായിരുന്നോ? ഞാൻ ഇത്രയും കാലം നിനക്ക് വേണ്ടി മാത്രമായിരുന്നു ഇങ്ങനെ ജീവിച്ചത് പോലും. കരയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഗീത. ഇനിയെങ്കിലും പറ, ഒരിക്കലും നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഗീത. എങ്ങനെയുണ്ട് ആക്ടിങ്? വിശ്വസിച്ചില്ലേ? കണ്ടോ, ഞാൻ പറഞ്ഞ വിശ്വസിച്ച് കണ്ടോ? ആ ഫേസ് കണ്ടോ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞെന്ന് വിചാരിച്ചല്ലേ? അയ്യോ. വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. Wish you a happy married life, Auntie. നിനക്കായാണ് ഞാൻ കാത്തിരിക്കുന്നത്, നിനക്കായാണ് ഞാൻ ജീവിക്കുന്നത്. നീ എന്നിലേക്ക് വരുന്ന ആ നിമിഷത്തിനായി ഈ ജന്മം മുഴുവൻ ഞാൻ കാതോർത്തിരിക്കും. വൈകാതെ വരില്ലേ നീ? അന്ന് കന്യാകുമാരി വെച്ച് കളഞ്ഞുപോയ ആന്റിയുടെ പാദസരായത്.